ശ്രീ എം ജാഫർ ഖാൻ NGOയുടെ വൈസ് പ്രസിഡന്റാണ് നമുക്കൊപ്പമുള്ളത്. ശ്രീ ജാഫർ ഖാൻ, 2 കോളേജ് അധ്യാപകർ, 3 ഹയർ സെക്കൻഡറി അധ്യാപകർ അടക്കം ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരടക്കമാണ് ഈ പെൻഷൻ പണം കൈപ്പറ്റിയിരിക്കുന്നത്. ഇവരോട് ആര് പൊറുക്കും ശ്രീ എം ജാഫർ? അത് ആരുടെ വീഴ്ചയായിട്ടാണ് നമ്മൾ കാണേണ്ടത്? പെൻഷൻ പണം തട്ടിയെടുത്ത ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിട്ടോ, അതോ കൃത്യമായ സമയത്ത് ഇടപെടാതിരുന്ന വകുപ്പുകളുടെ ജാഗ്രത കുറവായിട്ടോ? എങ്ങനെയാണ് നമ്മളിതിനെ വ്യാഖ്യാനിക്കേണ്ടത് ശ്രീ എം ജാഫർ ഖാൻ? ഇവിടെ കഴിഞ്ഞ ദിവസം മുതൽ ചർച്ച നടക്കുന്നതാണ്. 2 കോളേജ് അധ്യാപകർ, 3 ഗസറ്റഡ് ഉദ്യോഗസ്ഥർ, 3 ഹയർ സെക്കൻഡറി അധ്യാപകരടക്കം 1458 ജീവനക്കാർ. ആരാണ് ഈ 2 കോളേജ് അധ്യാപകർ? ആരാണ് ഈ ഹയർ സെക്കൻഡറി അധ്യാപകർ? എൻ്റെ ഈ വിവരാവകാശ നിയമം അനുസരിച്ച് കാര്യങ്ങൾ മുഴുവനും അറിയാൻ പറ്റുന്ന ഈ നാട്ടിൽ ഈ 2 ഹയർ സെക്കൻഡറി ഉദ്യോഗസ്ഥരെയും 2 കോളേജ് അധ്യാപകരെയും അടക്കമുള്ളവരുടെ പേര് എവിടെ? അവരുടെ ഡീറ്റെയിൽസ് എവിടെ? മറ്റ് 1458 പേരുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് കിട്ടാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ ഇത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇത് കിട്ടേണ്ടവരിൽ നിന്ന് തട്ടിയെടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ അത് വാങ്ങുന്നുവെങ്കിൽ 100% അതിനെ എതിർക്കുന്നു, അതിനെ അംഗീകരിക്കുന്നില്ല. അവർക്കെതിരെ എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കേണ്ടത് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംഘടനകൾക്ക് ഏതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഇതൊരു പുകമറ സൃഷ്ടിക്കലല്ലേ? എന്തുകൊണ്ട് ആ പേര് പുറത്തു വിടുന്നില്ല? ശ്രീ അരുൺകുമാറിന് അറിയാമെങ്കിൽ ആ പേര് പുറത്തു വിടണം. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഏത് രീതിയിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്? ആളെ ഐഡന്റിഫൈ ചെയ്യാമല്ലോ. എന്തുകൊണ്ട് പേര് പുറത്തു വിടുന്നില്ല? പേര് പുറത്തു വിടുന്നത് ആ പേരിൽ എന്തിരിക്കുന്നു? അല്ല, പുറത്തു വിടാതെ എങ്ങനെയാ അവരെ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ പുറത്ത് വന്ന റിപ്പോർട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് എന്ത് റിപ്പോർട്ടാണ്? ഏത് പരിശോധനയുടെ റിപ്പോർട്ടാണ്? ധനകാര്യ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ചാണോ? അതേ പിന്നെ വേറെ ഏതെങ്കിലും കണ്ടെത്തലാണോ? ഇതൊന്നുമല്ല. ഇത് 2022 CAGയുടെ റിപ്പോർട്ടിൻ്റെ അതാണ് അന്ന് കണ്ടെത്തിയതാണ്. ഇത് 2 കൊല്ലം മുമ്പ് കണ്ടെത്തിയതാണ്. അതിൻ്റെ ഒരു പരിശോധന ഒരുപക്ഷെ ഇപ്പോൾ IKM നടത്തി കാണും. ആ IKM നടത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി ആ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയണം. അല്ലാതെ 4-5 പേര് മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ മുഴുവനും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടിച്ചുകൊണ്ട് പോകുന്നവരാണെന്നുള്ള രീതിയിലുള്ള പ്രചരണം ശരിയല്ല. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ ശിക്ഷ നൽകണം. അതിനും നമുക്ക് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഇന്നും അത് പുറത്തുവിടാതെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞത്? അത് സംഘടനകൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ സംഘടനകൾ ആശങ്കപ്പെടണം. സർവീസ് സംഘടനയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ ഇതിനകത്ത് പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് നാണക്കേടുണ്ട്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നാണക്കേടുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം, ആ ശമ്പളത്തിന്റെ രൂപ തട്ടിപ്പിലൂടെ നേടുന്നു. കേട്ടില്ല? നിങ്ങളുടെ അസോസിയേഷനിലെ അംഗങ്ങളാണോ എന്നൊരു പ്രാഥമിക പരിശോധന നടത്തിയോ? നാളെ ഇനി പേര് പുറത്തു വരുമ്പോൾ നിങ്ങളുടെ അസോസിയേഷനിലുള്ള അംഗങ്ങളാകരുത്. ഞങ്ങൾ നടത്തി. ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ അംഗങ്ങൾ ആരെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ അംഗങ്ങളായിട്ട് ആരുമില്ല. പക്ഷേ ഇത് പൊതുസമൂഹം ആവശ്യപ്പെടുന്ന ചോദ്യമാണ്. പൊതുസമൂഹം കഴിഞ്ഞ 2 ദിവസമായി ചോദിക്കുന്നു, ആരാണിത്, എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെ 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ കർഷക തൊഴിലാളി പെൻഷനും വാർദ്ധക്യകാല പെൻഷനും ഭിന്നശേഷിക്കാർക്കും ഇവർക്ക് ലഭിച്ചിരിക്കുന്ന പെൻഷൻ അംഗപരിമിതരുടെ വിഭാഗത്തിലും അതേപോലെ വിധവാ പെൻഷൻ വിഭാഗത്തിലുമാണ്. അതിന് പ്രായപരിധി 60 വയസ്സില്ലല്ലോ. അവർക്കിത് കിട്ടിക്കൊണ്ടിരുന്നു. ജോലി കിട്ടിയപ്പോൾ അത് വേണ്ടെന്ന് വെച്ചില്ല, അത് തുടരുന്നു എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. അല്ല, അത് തുടരുന്നുവെങ്കിൽ ഇവിടെ ശ്രീ അരുൺകുമാർ പറഞ്ഞല്ലോ മസ്റ്ററിങ് നടത്തുന്നു. സുഹൃത്തെ, എന്ത് മസ്റ്ററിങ്ങാണ് നടത്തുന്നത്? മസ്റ്ററിങ് നടത്തുന്നത് അക്ഷയയിൽ പോയിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അക്ഷയയിൽ ചെന്ന് ആധാർ കാർഡും അല്ലെങ്കിൽ വിരലടയാളവും വെച്ച് ബോധ്യപ്പെടുത്തി പോകുന്നതിനപ്പുറത്ത് എന്ത് മസ്റ്ററിങ്ങാണ്? ഇവിടുത്തെ മസ്റ്ററിങ്ങിൻ്റെ അപാകത ആദ്യം പരിഹരിക്കണം. മസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ അയാൾ നേരത്തെ വാങ്ങിയിരുന്ന ആൾ, അയാൾക്കിപ്പോൾ ജോലി കിട്ടിയോ, അയാൾക്ക് വരുമാനം കൂടിയോ, അയാൾക്ക് കാറുണ്ടായോ, അയാൾക്ക് വരുമാനം കൂടി അയാൾ വലിയ വീട് വെച്ചിട്ടുണ്ടോ,
ആ രീതിയിലുള്ള പരിശോധന നടത്തുന്നത്. ഈ മസ്റ്ററിംഗ് എന്ന് പറയുന്നത് സർവീസ് പെൻഷൻകാർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് വേറെ ഒരു കാര്യവും നോക്കേണ്ട ആവശ്യമില്ല. സർവീസ് പെൻഷൻകാർ അവർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ വർഷവും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രം മതി. അതാണ് മസ്റ്ററിംഗ്. അതേ മസ്റ്ററിംഗ് ആണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിലും നിങ്ങൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് വിഷയം. അത് മാത്രമല്ല, ഇത് നേരെ ചൊവ്വേ രീതിയിൽ ഇത് പഞ്ചായത്തുകളിൽ ഇത് ഇതിൻ്റെ പരിശോധന നടത്തുവാനുള്ള നേരത്തെ നടത്തിക്കൊണ്ടിരുന്നതൊക്കെ നിങ്ങൾ നിർത്തലാക്കുന്നു. ഈ കഴിഞ്ഞ 2 കൊല്ലമായി അതൊക്കെ നിർത്തലാക്കിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഇതിന് വളം വെച്ച് കൊടുക്കുന്നത്, ഇതിൻ്റെ പേരുകൾ പുറത്തുവിടാത്തത്, ഇത് സർവീസ് സംഘടനകൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത്, ഇതിലൊരു പുകമറയുണ്ട്, ഇത് കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല. ആണോ ശ്രീ അരുൺകുമാർ? ഒരു നിമിഷം ശ്രീ ജാഫർ ഖാൻ, ഒരു പുകമറ സൃഷ്ടിക്കുകയാണോ ധനമന്ത്രി?